മിന്നാന്നും വന്നു പോവാൻ ഇന്നലെ വന്നു പോവാൻ ഇന്നും കുറ്റിയും പറിച്ച് വന്നിട്ടുണ്ട്. പിന്നെ വേറെ പണിയില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ യൂട്യൂബിൽ എൻ്റെ മുഖം തെളിഞ്ഞു വരും. എന്താ വെച്ചാൽ ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാൻ അങ്ങ് തീരുമാനിച്ച് സഹിക്കുക, സപ്പോർട്ട് ചെയ്യുക. ആരംഭിക്കില്ല ഞങ്ങളാ. ഒരു ഗുഡ് മോർണിംഗിൽ ഒരു കെമിസ്ട്രി ടീച്ചർ കോമൺ എണീറ്റിട്ട് ഇങ്ങനെ നോക്കുക. ഞാൻ ആരാ ഏട്ടാ, ഞാൻ എന്തിനാ അവിടെ വന്നേ, എന്നെ ആരാ അവിടെ എത്തിച്ചേ, അപ്പോൾ ഇതൊക്കെ എന്താ സംഭവം, ഇത് ആളെന്തിനാ അവിടെ എത്തിയേ, എന്താണ് ആളുടെ ലക്ഷ്യം, അത് ആൾ നിറവേറ്റിയോ, ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് പ്രൊജക്ട് ഹെയിൽ മേരി. 2 മണിക്കൂർ 36 മിനിറ്റുള്ള സിനിമയിൽ 2 മണിക്കൂർ നമ്മൾ കാണുന്നത് റയാൻ ഗോസ്ലിങ്ങിനാണ്. അദ്ദേഹം അവതരിപ്പിച്ച റൈലാൻ ഗ്രേസിനെയാണ്. എന്ത് രസത്തിലാണ് അദ്ദേഹം റൈലാൻ ഗ്രേസിനെ സ്ക്രീനിലെത്തിച്ച ആളുടെ ഇമോഷൻസ്, സങ്കടം, തമാശ, കണ്ടുപിടുത്തം, അതൊക്കെ നമ്മളെയും കൂടി ഇമോഷൻസ് ആയിട്ട് കാണിക്കും, നമുക്ക് തോന്നും. അങ്ങനെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഈ സിനിമയിൽ. സത്യം പറഞ്ഞാൽ ഇതിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ആരുമില്ല. റോക്കി പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ഇതിൽ. ഒരു ഏലിയനാണ്, ഒരു കല്ലാണ്, ബേസിക്കലി ഒരു മോഡലുള്ള ഒരു ഏലിയനാണ്. ശരിക്കും അവിടെ ഒരാളില്ലെങ്കിലും നമുക്ക് അങ്ങനെ ഒരാളുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് റയാൻ ഗോസ്ലിങ്ങിൻ്റെ ആക്ടിങ്. അതിൻ്റെ കൂടെ റോക്കിക്ക് കൊടുത്ത മാനറിസവും അതേപോലെ CJ അല്ല ഇതിൽ റോക്കി പറഞ്ഞ ക്യാരക്ടറിന് CJ അല്ല ഉപയോഗിച്ചിട്ടുള്ളത്. CJ ഉണ്ട്, ബട്ട് കൂടുതൽ ഈ പപ്പട്രി, നമ്മളീ പാവകളിയില്ലേ അതേപോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ റിയലിസ്റ്റിക്കും വളരെ ഭംഗിയോടെയാണ് ഈ 2 ക്യാരക്ടറിൻ്റെ ബോണ്ട് ഇവർ കാണിച്ചുള്ളത്. എന്ത് രസം അറിയോ, 2 മനുഷ്യന്മാർ തമ്മിലുള്ള ബോണ്ട് തന്നെയാണ് ഇവർ 2 തമ്മിലും. എന്ത് രസമാണ് ഇവർ തമ്മിലുള്ള ഈ പരിപാടികളും സംസാരങ്ങളും തമാശകളും ഒക്കെ ഇങ്ങനെ കണ്ടിരുന്നു പോകും. അത്രയും നല്ലൊരു ഫ്ലോയിലാണ് ഇവർ ഈ ഒരു എന്താ പറയുക കെമിസ്ട്രി നമുക്കിതിൽ. ഇനി എന്താണ് പ്രൊജക്ട് ഹെയിൽ മേരി? നമുക്കൊരു സൂര്യേട്ടൻ ഉണ്ടല്ലോ, ആ സൂര്യേട്ടൻ്റെ പ്രകാശരശ്മികളൊക്കെ തകർന്നുകൊണ്ടിരിക്കുക, രശ്മിയൊക്കെ തകർന്നുകൊണ്ടിരിക്കുക, സൂര്യൻ ഡസ്പാണ്. അപ്പോൾ ഈ രശ്മി തകരാനുള്ള കാരണം പെട്രോവിയ പറഞ്ഞ ബാക്ടീരിയ കുട്ടന്മാരാണ്. അപ്പോൾ ഈ ബാക്ടീരിയ കുട്ടന്മാർ എങ്ങനെയാണ്, അതായത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സൂര്യനെ എങ്ങനെ തകർക്കുന്നത്, ഇതിനെ തടയാൻ എന്തെങ്കിലും വഴിയുണ്ടോ, ഇനി ബാക്കിയുള്ള നക്ഷത്രങ്ങൾ ഇത് തകർക്കുന്നുണ്ടോ, എങ്ങനെയെങ്കിലും ഇതിനൊക്കെ എങ്ങനെ തടയാം, ഇതൊക്കെ അറിയാൻ വേണ്ടി കുറച്ച് ശാസ്ത്രജ്ഞേട്ടന്മാർ കുറച്ച് പരിപാടികളൊക്കെ നടത്തും. അതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ നമ്മുടെ റൈലാൻ ഗ്രേസ് എത്തുന്നു, ആളുടെ കണ്ടുപിടുത്തങ്ങളും ആളെങ്ങനെ സ്പേസിലെത്തുന്നു, ഇതൊക്കെയാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോർ പ്ലോട്ട്. പിന്നെ അവിടെ വെച്ചിട്ട് റോക്കി എന്നൊരു ഏലിയനെ കാണുകയും അവർ തമ്മിലുള്ള ബോണ്ടും, അതൊക്കെയാണ് ഈ സിനിമയുടെ പ്രധാന ചർച്ചാ വിഷയം. ഇൻട്രസ്റ്റുള്ള സ്പേസിൽ നടക്കുന്ന കുറേ ഇവൻറ്റ്സ് ആണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ ഈ ഷോർട്സൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, സ്റ്റെല്ലാർ ആയിരിക്കണം, VFX ആയിട്ട് ഫീൽ ചെയ്ത് റിയലിസ്റ്റിക് ആയിരിക്കണം. ആര് ചെയ്യുന്നത്? ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഗ്രേഗ് ഫ്രേസർ, ദ സിനിമാറ്റോഗ്രാഫർ ഓഫ് ഡ്യൂൺ, ബാറ്റ്മാൻ. ഇതിലൊരു ഷോട്ടുണ്ട്, നമ്മളെ റൈലാൻ ഗ്രേസ് ഒരു പ്ലാനറ്റിലോട്ട് പോവാണ്. അപ്പം അതൊരു പച്ച കളർ പ്ലാനറ്റാണ്. അപ്പോൾ ഈ പ്ലാനറ്റ് എന്താ പറയുക, അധികം പറയുന്നില്ല, അവിടെ ഒരു പെട്രോവിയ ലൈൻ ഉണ്ട്. അത് എന്താണെന്നൊക്കെ നിങ്ങൾ സിനിമ ഉണ്ടാകാൻ മനസ്സിലാവും. അത് നമുക്ക് നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു റൈലാൻ ഗ്രേസ് തൻ്റെ റോക്കിയും അദ്ദേഹം കൂടി ഉണ്ടാക്കിയ ഒരു ടെക്നോളജി ഉപയോഗിച്ച് അത് കാണുന്ന ഒരു ഷോട്ടുണ്ട്. ആ ഒരു റെഡ് കുറേ ലൈറ്റൊക്കെ വരുന്ന ഇവിടെ ഒരു പിക്ചർ ഞാൻ വേണമെങ്കിൽ സാമ്പിൾ പിക്ചർ വയ്ക്കാം. അത് ഷോട്ട് ചെയ്ത് എങ്ങനെ അറിയോ, അവിടെ ഒരു VFXോ CJയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ സിനിമ കണ്ടാലും വിശ്വസിക്കും എന്ന് വെച്ചാൽ അത്രയും റിയലിസ്റ്റിക് ആണ് സിനിമ. അതെങ്ങനെ ആ സീൻ എങ്ങനെ എടുത്തറിയോ, അതായത് ഒരു IMAX സർട്ടിഫൈഡ് ക്യാമറയിൽ എന്താ പറയുക കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തി ലേസറൊക്കെ വെച്ചിട്ടാണ് ആ ഷോട്ട് എടുത്തിട്ടുള്ളത്. ബ്രില്യൻറ്റ് എക്സിക്യൂഷൻ ഓഫ് എ ഷോട്ട്. അത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഒരു സീൻ തന്നെയായിരുന്നു അത്. ആ സീൻ ട്രെയിലറിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ തന്നെ എന്താ പറയുക ഇൻട്രസ്റ്റഡ് ആയത്. പിന്നെ ഇതിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്തത് നമ്മുടെ സ്പൈഡർമാൻ സ്പൈഡർവേഴ്സ് അത് ചെയ്ത ഡാനിയൽ പെമ്പർട്ടാണ്. സ്പൈഡർമാൻ സ്പൈഡർവേഴ്സ് കണ്ടവർക്ക് മനസ്സിലാവും ഓരോ സ്പൈഡർമാനും, അതായത് ഓരോ മൾട്ടിവേഴ്സിൽ ഓരോ സ്പൈഡർമാനും അദ്ദേഹം എങ്ങനെയാണ് BGM ഇട്ട് വെച്ചതെന്ന്. ഇതിൽ ഓരോ മൊമെൻറ്റിനനുസരിച്ച് നല്ല രസത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് BGM. നല്ല സൂത്തിങ് ആയിട്ടുള്ളൊരു മ്യൂസിക്കൽ എക്സ്പീരിയൻസും കൂടി ആയിരുന്നു ഈ സിനിമേൻ്റെ മ്യൂസിക്. ഇതിൽ വരുന്ന വേറെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ക്യാരക്ടറാണ് കാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. എൻ്റെ അമ്പോ മാരക ക്യാരക്ടറായിരുന്നു. കുറച്ച് സമയം സ്ക്രീനിൽ വരുന്നുള്ളൂ എങ്കിലും മാരകമായിട്ടുള്ളൊരു ക്യാരക്ടർ. എന്താ പറയുക, റയാൻ ഗോസ്ലിങ്ങും അതേപോലെ ആ ക്യാരക്ടറും നമ്മളുടെ കുറച്ച് പരിപാടികളും തമാശകളൊക്കെ ഉണ്ട്.
നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ, നല്ല രസമായിരുന്നു. എന്താ ഇതൊരു ഫുൾ ആൻഡ് ഫുൾ സീരിയസ് അല്ലെങ്കിൽ ബോറിങ് സയൻസ് എക്സ്പെരിമെൻ്റ് പടമൊന്നും അല്ല. ഇത് നല്ല ഫണ്ണി ആയിട്ട് ലൈറ്റ് എലമെൻറ്റ്സ് ഉള്ള അങ്ങനത്തെ ഒരു സിനിമയാണ് വിത്ത് എന്താ പറയുക വിഷ്വൽ സ്പെക്ടാക്കിൾ എന്ന് തോന്നിപ്പിക്കുന്ന പല സീൻസും കൂടിയുള്ള ഒരു പാക്കേജ് സിനിമയാണിത്, പ്രൊജക്റ്റ് ഹെയിൽ മേരി. പിന്നെ നിങ്ങൾ ഈ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റിലൊന്നും ഇടണം, നിങ്ങൾ ഇത് കാണുമ്പോൾ സൗണ്ട് കുറവോ അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് ഈ സിനിമ കാണുമ്പോൾ. എന്ന് വെച്ചാൽ ഞാൻ അത് തിയേറ്റർ കാണാൻ പോയപ്പോൾ നല്ല സ്ക്രീനും വിഷ്വലൊക്കെ അടിപൊളിയാണെങ്കിലും സൗണ്ട് വളരെ കുറവുള്ള മാതിരി തോന്നി. സ്പീക്കർ ഓഫാക്കിയിട്ട പരിപാടിയൊന്നുമില്ല, സറൗണ്ടും അറ്റ്മോസ് എഫക്ട്സ് ഒക്കെ അറിയുന്നുണ്ട്, പക്ഷേ സൗണ്ട് മൊത്തത്തിൽ കുറച്ച് ഡൗൺ ആയ മാതിരിയാണ് ഫീൽ ചെയ്തത്. ഞങ്ങൾ തിയേറ്ററിൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞു അവരത് നോക്കാമെന്നും പറഞ്ഞു, പക്ഷേ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ പരസ്യവും മറ്റേ ട്രെയിലറൊക്കെ വരുമ്പോൾ ഈ ഒരു ഫീലല്ല, അത്യാവശ്യം നല്ല സൗണ്ട് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ഇത് ആ തിയേറ്ററിൽ വന്ന DCPൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടവരൊന്ന് പറയാം, പ്രൊജക്റ്റ് ഹെയിൽ മേരി തിയേറ്ററിൽ പോയി കണ്ടവർ ഒന്ന് കമൻറ്റിലിടാം നിങ്ങൾക്ക് സൗണ്ടിൻ്റെ പ്രോബ്ലം എന്താ ഉണ്ടായിട്ടുണ്ടോയെന്ന്. ഇതൊരു ഫ്ലാറ്റ് റേഷ്യോ സിനിമയാണ്. അപ്പോൾ ഫ്ലാറ്റ് സ്ക്രീൻസിൽ മാക്സിമം പോകാൻ നോക്കുക, പ്രത്യേകിച്ച് വലിയ സ്ക്രീനുകളിൽ പോയി കാണാൻ നോക്കുക. സ്പെക്ടാക്കിൾ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് മെയ്യഴകം പോലെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടും കെമിസ്ട്രിയും തമാശകളും കണ്ടുപിടുത്തങ്ങളൊക്കെ ഇഷ്ടമാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാം. നിങ്ങൾക്ക് സയൻസ് ഫിക്ഷൻ സിനിമകൾ ഇഷ്ടമാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാം. നിങ്ങൾക്ക് സ്പേസ് അഡ്വഞ്ചർ സിനിമ ഇഷ്ടമാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാം. നിങ്ങൾക്ക് സിനിമ ഇഷ്ടമാണോ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ സിനിമ കാണണം, കണ്ടിരിക്കണം. അത്രയും ഒന്നും പറയണ്ട. ഈ സിനിമേനെ പുറത്തേക്ക് 3 വാക്കുകളെ പറയാനുള്ളൂ: അമേസ്, 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 അമേസ്. ഇതെന്താ നിങ്ങൾക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും, ഒരു റെഫറൻസ് ആണ്. അയ്യോ, പിന്നെ സ്പീച്ച്ലെസ് ആണ്. ഒരു സിനിമ കണ്ട് സ്പീച്ച്ലെസ് ആവുക, കണ്ണിൽ നിന്ന് വെള്ളം വരിക, അതൊക്കെ എനിക്ക് വളരെ റെയർ ആയിട്ടുള്ള സംഭവമാണ്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ എൻ്റെ കണ്ണിലൂടെയൊക്കെ വെള്ളമൊക്കെ വന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും. അത്രയും കണക്റ്റാകും, പ്രേക്ഷകർ അത്രയും കണക്റ്റാക്കുന്ന രീതിയിലാണ് ഈ സിനിമേൻ്റെ ഓരോ സീൻസും ഇവർ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എ ബിഗ് ഹാറ്റ്സ് ഓഫ് ടു ദ എൻ്റയർ പ്രൊജക്റ്റ് ഹെയിൽ മേരി ടീം. ഇത് പറയാൻ ഞാൻ അത്ര അയച്ചുള്ള ഒരാളല്ലെങ്കിലും ഈ സിനിമ എനിക്ക് അമ്മാതിരി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്കും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ ബൈ. ഞാൻ ഈ അടുത്ത് ഇപ്പം നാളെയൊക്കെ ആയിട്ട് വീണ്ടും വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. ദൈവം അനുഗ്രഹിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അനുഗ്രഹിച്ച് ഞാൻ വരുന്നതായിരിക്കും. സുഖമല്ലേ? അമേസ്, അമേസ്, അമേസ്.